الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ, പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ശുദ്ധത്തോടുന്ന പോലെ പ്രിയമുള്ള എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസയോഗ്യനാവുക എന്നത് ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവമായി കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബുവത്തിന് മുമ്പ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടിൽ ഏറ്റവും വലിയ വിശ്വാസ്യ യോഗ്യനാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ കൂട്ടത്തിലെ അൽ അമീനായിക്കൊണ്ടായിരുന്നു റസൂലിനെ കണ്ടിരുന്നത്. അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ പ്രവാചകനെ ഏൽപ്പിക്കും. അവരുടെ പല സ്വകാര്യങ്ങളുടെയും സംരക്ഷകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ വിശ്വാസയോഗ്യനായ ഒരു വ്യക്തി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നിടത്തും അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസ്യത എന്ന ഗുണത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നു. പിതാവായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 പെൺമക്കൾക്ക് വേണ്ടി അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു കൊടുത്ത സേവനം, ആ പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ മാന്യവും അന്തസ്സാർന്നതുമായ പെരുമാറ്റം, അങ്ങനെ ആ പെൺമക്കൾ തൻ്റെ പിതാവിനോട് അവർക്കുണ്ടായ ഈ അനുഭവം വിവരിച്ചു കൊടുത്തതും, ആ പെൺമക്കൾ അദ്ദേഹത്തിൻ്റെ അരികിൽ നാണത്തോടുകൂടി വന്നതും, അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചതും, ഞങ്ങൾക്ക് വെള്ളമെടുത്ത് തന്നതിൻ്റെ കൂലി തരാൻ ഞങ്ങളുടെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്,
നിങ്ങൾ വന്നാലും. ഈ സന്ദർഭത്തിൽ ഈജിപ്തിൽ നിന്ന് ഓടി വന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൽ ഏറെ ദുരിതപൂർണമായ യാതനാനിർഭരമായ അവസ്ഥകൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലായിരുന്നു. ഈ സേവനം ചെയ്തു കൊടുത്ത് ഒരു തണലിലേക്ക് മാറി നിന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രത്യേകം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ നാഥാ, നീ എനിക്ക് നൽകുന്ന ഏത് അനുഗ്രഹങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭമാണ് ഇത് എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ പെൺമക്കൾ ഇപ്പം നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത സേവനത്തിന് കൂലി തരാനാണ് എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. അദ്ദേഹം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിൽ ചെന്നു, സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അക്രമികളായ ആ ജനതയിൽ നിന്ന് ഇപ്പോൾ താങ്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അരികിൽ താങ്കൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടാ. പിന്നീടും ആ പെൺമക്കൾ കടന്നു വരുന്നു. യാ ബത്തിസ്തഅ്ജിറു, ഉപ്പ, ഇദ്ദേഹത്തെ നമുക്ക് കൂലി കൊടുത്ത് ഇവിടെ നിർത്തിക്കൂടെ? നമ്മുടെ കൃഷിയും ആടുമാടുകളും അതിനെയൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? എന്നിട്ട് അവർ പറയുന്ന അഭിപ്രായമുണ്ട്, ഇന്ന ഖൈറ മൻ ഇസ്തജർതൽ ഖവിയ്യുൽ അമീൻ. ഉപ്പ, കരുത്തനും വിശ്വാസയോഗ്യനുമായിട്ടുള്ള ആളുകളെയാണ് പഠിക്കാരനായി എടുക്കാൻ ഏറ്റവും പറ്റിയത്. ഇദ്ദേഹം ആ യോഗ്യതയുള്ള ആളാണ് എന്ന് കുറച്ച് സമയത്തെ പെരുമാറ്റത്തിനുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മക്കൾ ഉപ്പയോട് ഇങ്ങനെ സംസാരിക്കുകയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ 2 പെൺമക്കളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുത്തിയെ ഞാൻ വിവാഹം ചെയ്തു തരാം. 8 വർഷം എൻ്റെ കൃഷിയും ആടുകളെയും ഒക്കെ നോക്കി നിങ്ങൾ ഇവിടെ കഴിയണം. അതിന് പകരമായി കൊണ്ടാണ് ഈ നിക്കാഹ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇനി 10 വർഷമാണെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. അത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏതായാലും നിങ്ങൾ പറഞ്ഞ ഈ കരാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഇവിടെ കൂടാം. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 10 വർഷം തന്നെ ആടുകളെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷി നോക്കിക്കൊണ്ട് അവർക്കിടയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യോഗ്യതയായി ഖുർആൻ എടുത്തു പറയുന്നത് അൽ ഖവിയ്യുൽ അമീൻ, ആ പണി ചെയ്യാൻ കരുത്തുള്ള, അതിന് പ്രാപ്തിയുള്ള, പറ്റിയ ആളാണ് അദ്ദേഹം. അതേപോലെ അദ്ദേഹം വിശ്വസ്തനുമാണ് എന്ന്. ഈ സംഭവത്തിലൂടെ ഒരുപാട് സന്ദേശങ്ങളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 10 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങുമ്പോൾ സീനാ പർവ്വതത്തിൻ്റെ അരികിൽ വെച്ചാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിനെ പ്രവാചകനായി അല്ലാഹു തിരഞ്ഞെടുക്കുന്നത്. നേർക്ക് നേരെ സംസാരിച്ചുകൊണ്ട്, ഡയറക്റ്റ് അപ്പോയിൻമെന്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമ്പിയാക്കൾക്ക് നബുവത്ത് നൽകിയപ്പോൾ, എന്നാൽ നേർക്ക് നേരെ സംസാരിച്ചുകൊണ്ട് താങ്കളെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഏക പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها
ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ വഅന അഖ്തർതുക മൂസേ, നിന്നെ ഞാൻ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ ലിമാ യുഹാ, താങ്കൾക്ക് കിട്ടുന്ന ദിവ്യ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനീ അനല്ലാഹ്, താങ്കളോട് സംസാരിക്കുന്ന ഞാൻ നിശ്ചയം അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരാരാധ്യൻ. ഫഅബ്ദുനീ, അതിനാൽ എന്നെ മാത്രം നീ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ താങ്കൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. ഇന്ന സാഅതി, നിശ്ചയം അന്ത്യദിനം വരാനിരിക്കുന്നു. അകാദു അഖ്ഫീഹ, അതെന്ന് സംഭവിക്കും എന്നത് ഒരിക്കലും വ്യക്തമാക്കാതെ അതിനെ മൂടിവെച്ചിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടിയാണ് ആ ദിനമെന്നോ? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോ മനുഷ്യനും അവർ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം നൽകാനുള്ള ദിനമാണത്. ഇത്രയും സന്ദേശം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകി. വീണ്ടും അദ്ദേഹത്തിന് അമാനത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പലതും നൽകിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, നോക്കൂ, നിങ്ങൾ നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ അമാനത്തായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ എല്ലാ തൊഴിലും ഒരു ബഹുമതിയാണ്. ഒരു മുസ്ലിം ഒരിക്കലും പണിയില്ലാത്തവനായി ചടഞ്ഞിരുന്നുകൂടാ എന്നാണ്. നിങ്ങൾക്ക് എന്താണ് ഏർപ്പാട്? കാര്യമായിട്ടൊന്നുമില്ല എന്ന മറുപടി ഒരു മുസ്ലിം പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ജീവിതായോധന വൃത്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്യണമെന്നതാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ തൊഴിലും അവനൊരു ബഹുമതിയാകേണ്ടതുണ്ട്. മാത്രമല്ല, സമൂഹം അദ്ദേഹത്തിന് നൽകുന്ന ഒരു ബഹുമതി കൂടിയാണ്. തൊഴിലുകളിൽ തരം താണതെന്നോ മുന്തിയതെന്നോ നിസ്സാരമായതെന്നോ പ്രധാനപ്പെട്ടതെന്നോ എന്ന പകുതി ഒരിക്കലും ഇസ്ലാം കാണുന്നില്ല. എല്ലാ തൊഴിലും ശ്രേഷ്ഠമായതാണെന്നും എല്ലാ തൊഴിലാളികളും ആദരിക്കപ്പെടേണ്ടവരാണെന്നും അവർ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടവരാണെന്ന സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. പണിയെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അങ്കുരിപ്പിക്കുന്ന ഇസ്ലാമികമായ ബോധം എന്താണെന്നോ? നിങ്ങൾ കർമ്മ നിരതരാകുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ന പോലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കൂടിയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ തൊഴിലുകളും ഒരമാനത്താണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏറെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യേണ്ടതാണ്. ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും എല്ലാ പ്രവൃത്തികളെന്നും എല്ലാ തൊഴിലുകളെന്നും എല്ലാ ഉദ്യോഗങ്ങളെന്നുമാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ, കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കടമകളിൽ നമ്മൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് സമൂഹത്തോടുള്ള വഞ്ചനയാണ് എന്ന് പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഇദാ ജമഅല്ലാഹു ബൈനൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരെയും മുൻഗാമികളെയും ശേഷം വരുന്ന ആളുകളെയും ഒക്കെ അല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ യുർഫഉ ലി കുല്ലി ഖാദിരിൻ ലിവാഅൻ യുറഫു ബിഹി എന്നാണ്. സ്വന്തം കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കാത്ത ആളുകളെ അവർ എത്രമാത്രം തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വഞ്ചന വരുത്തിയിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേകമായ ലിവാ, അവരെ തിരിച്ചറിയാനുള്ള ഒരു കൊടി നാട്ടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫയുഖാലു ഹാദിഹി ഖദ്റത്തു ഫുലാൻ, എന്നിട്ട് അന്ന് പറയപ്പെടും, നീ നിന്റെ തൊഴിലിൽ, നീ നിന്റെ പണിയിൽ, നീ നിന്റെ ജോലിയിൽ ഇന്നാലിന്ന ആളോട് ചെയ്ത വഞ്ചനയാണിത്. അതാണ് ഇപ്പൊ പരസ്യമായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, അലാ
വലാ ഖാദിറ അഅ്ലമു മിൻ അമീരിൻ ആമ്മ. ശ്രദ്ധിച്ചോളൂ, ജനങ്ങളെ പറ്റിക്കുന്ന നേതാവിനേക്കാൾ വൃത്തികെട്ട ഒരു വിശ്വാസവഞ്ചനയുമില്ല കേട്ടോ എന്ന്. പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ അതിനേക്കാൾ വൃത്തികെട്ട ഒരു വഞ്ചനയുമില്ല എന്ന് അന്ന് വീണ്ടും വിളംബരം ചെയ്യപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, പൊതുകാര്യങ്ങളുടെ ചുമതല ഏറ്റെടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് അമാന്തം സംഭവിക്കുകയും അതിൽ വീഴ്ച കാട്ടുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളെങ്ങാനും ദുരിതമനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അവരെയൊന്നും വെറുതെ വിടുകയില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തഅമൽനാഹു അലാ അമലിൻ ഫറസഖനാഹു റിസ്ഖ. ആരെയെങ്കിലും ഒരാളെ ജോലിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ മാന്യമായ വേതനം അവരുടെ തൊഴിലിനനുസരിച്ച് നൽകേണ്ടതാണ് എന്നാണ്. തൊഴിലിനനുസരിച്ച് മാന്യമായ വേതനം എല്ലാവർക്കും നൽകപ്പെടണം. എന്നാൽ അയാൾക്ക് കിട്ടിയ വേതനത്തിനേക്കാൾ കൂടുതലായി, തനിക്ക് കിട്ടേണ്ട ശമ്പളത്തിനേക്കാൾ, തനിക്ക് കിട്ടേണ്ട കൂലിയേക്കാൾ കൂടുതലായി വല്ലവനും എടുക്കുകയാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ അത് ധനാപഹരണമാണ്, ധനം അപഹരിച്ചെടുക്കലാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ്യതയെക്കുറിച്ച്, അമാനത്തിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കൊടുക്കുന്ന വേതനത്തിൽ കൂടുതൽ എടുക്കുന്നത് വല്ലൂരാണ്, ധനം കട്ടെടുക്കലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രയോ തൊഴിലാളികൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ, അവർ ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുമ്പോൾ അലസരായിരുന്നു ആ ഫയലൊന്ന് നീക്കാൻ, എൻ്റെ ഈ കാര്യമൊന്ന് എളുപ്പം സാധിച്ചു തരാൻ, മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന എൻ്റെ ഈ ആവശ്യം ഒന്ന് നിർവഹിച്ചു തരാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതിന് ചില മാമൂലുകളുണ്ട് എന്നൊക്കെ മറുപടി പറയുന്നവരുണ്ട്. എന്താണ് ഈ മാമൂലുകൾ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലൂൽ എന്ന പദത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് തൊഴിലാകട്ടെ, പണിയാകട്ടെ, ഉദ്യോഗമാകട്ടെ, അത് നിർവഹിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെടുകയാണെങ്കിൽ അമാനത്തിന് വിരുദ്ധമായ ഖിയാനത്താണത്, വഞ്ചനയാണതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് നമ്മൾ പല പേരിലും പരിചയപ്പെടുത്തും. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതിന് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് നമ്മൾ പറയും. അല്ലാത്ത ആളുകളൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല വാക്കിൽ അതിനെ ഉപമിച്ചു പറയും. ദൈവം പ്രസാദിച്ചാലും പ്രസാദിക്കാത്ത വെളിച്ചപ്പാടുകളെ പോലെ അവർ ജനങ്ങളെ അവരുടെ പണം വിടുങ്ങാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. എന്തു തന്നെയായാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട സൂക്ഷ്മതയെ കുറിച്ചാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത്. ഇത്തരക്കാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വമൻ യഗ്ലുൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. വല്ലവനും ഇങ്ങനെ വല്ലവരെയും വഞ്ചിച്ച് ജീവിക്കുന്നുവെങ്കിൽ അന്ത്യദിനത്തിൽ അവൻ വഞ്ചിച്ചെടുത്ത വസ്തുവുമായി പരലോകത്ത് വരും. എന്നിട്ട് എല്ലാവരും അത് കാണും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ ബിമാ കസബത് വഹും ലാ യുലമൂൻ. ഓരോ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുമെന്നാണ്
നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറ ആലി ഇംറാനിലെ 161-ാമത്തെ സൂക്തത്തിൽ ഇതിന്റെ ഗൗരവം സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൽ പ്രചോദിതമായിക്കൊണ്ടാണ് അമാനത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് അമാനത്ത് നമ്മൾ നിലനിർത്തേണ്ടത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു എന്ന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം. അമാനത്ത് ജീവിതത്തിൽ പാലിക്കാത്തവൻ ഈമാനില്ല എന്ന ഈ ഉണർത്തൽ നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കുകയും നമ്മുടെ മനോമുഖരങ്ങളിൽ നാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഈമാനിന് യാതൊരു കോട്ടവും പോരലും നിൽക്കാതെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ അജ്ഞാനുവർത്തികളായി അവൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ ഓർത്തെടുത്തുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് കഴിവുകളും നമ്മുടെ സാമർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് നന്മകളുണ്ട്. ഇതെല്ലാം നാം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ജീവിതധർമ്മമായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ തൊഴിലുകൾ, നമ്മുടെ ഉദ്യോഗങ്ങൾ, നമ്മുടെ പദവികൾ, നമ്മുടെ സ്ഥാനങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹമായി അങ്ങനെ എന്തെന്തൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ വിശുദ്ധമായ മാർഗേണയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ഖുവ്വത്തും നമ്മുടെ അമാനത്തും നമ്മുടെ കഴിവും പ്രാപ്തിയും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ്യതയും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു തൊഴിലിനും ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ആമിലു ഇദസ്തുഅമിന, ഒരു തൊഴിലാളി, ഒരു പണിയെടുക്കുന്നവൻ, ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം തൻ്റെ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുകയും തൊഴിലിനു വേണ്ടി വിളിക്കപ്പെടുകയും പണിയെടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഫഅഖദൽ ഹഖ, അവൻ അർഹമായ കൂലി, വേതനം, ശമ്പളം അവൻ സ്വീകരിക്കുകയും വഅഅതൽ ഹഖ, അവൻ സ്വീകരിക്കുന്ന വേതനത്തിനും കൂലിക്കും ശമ്പളത്തിനും അർഹമായ യോഗ്യമായ മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അവൻ നൽകുകയും ചെയ്താൽ അവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ലം യസൽ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ പ്രവേശിച്ചിട്ടുള്ള, ധർമ്മസമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് അവൻ. ഹത്താ യർജിഅ ഇലാ ബൈതിഹി, അവന്റെ തൊഴിൽ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് അവൻ വിശ്രമത്തിന് പോകുന്നത് വരെ അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ തൊഴിലും അവന്റെ പണിയും അവന്റെ ഉദ്യോഗവും അവന്റെ സകല കർമ്മങ്ങളും അത് ഒരു ധർമ്മ സമരമായിക്കൊണ്ടാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അത്രമേൽ മഹത്തരമായ കാര്യമാണ്. വിശ്വാസം നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ അമാനത്ത് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും പൊതുസമൂഹത്തോടും ഒക്കെയുള്ള
നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നത്, അതിൻ്റെ മഹത്തരം, അതിൻ്റെ പ്രാധാന്യം, അത് എത്രമേൽ ശ്രേഷ്ഠകരമായ കാര്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ധർമ്മ സമരത്തിലാണ് നമ്മുടെ ജീവിത ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മരണം വരെ. അവൻ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിച്ചാലും അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവനായിക്കൊണ്ടായിരിക്കും മരണപ്പെടുക എന്നുള്ളതാണ് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ നാഥ, കരുണാമയനേ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളാണ് ഞങ്ങൾ സാധുക്കൾ, ചെറുതും വലുതും, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം വീഴ്ചകളുണ്ട്, തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, കുറ്റങ്ങളുണ്ട്. തമ്പുരാൻ എല്ലാം പൊറുക്കുന്നവനെ, കരുണാമയനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് അടുത്തുള്ളവനെ, ഞങ്ങൾക്കതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, അവർക്ക് നീ പാപമോചനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണം. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഈ ദീനിന്റെ മാർഗത്തിൽ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന സഹോദരങ്ങൾ അടുത്തടുത്ത് ഞങ്ങളോട് വേർപെട്ടു പോയിട്ടുണ്ട്. അതാ അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ, ആത്മങ്ങൾ കൊടുത്തു കൊടുക്കണമേ. അവിടെ വിയോഗത്താൽ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അനുഭവിക്കുന്ന മനോവ്യതയും ദുഃഖവും സങ്കടവും നീ നീക്കി കൊടുക്കണമേ. ക്ഷമിക്കാനുള്ള കഴിവ് നൽകണമേ. അവരുടെ ക്ഷമക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.